പൈത്തൺ ഫോർ ബിഗിനേഴ്സ്. അപ്പോൾ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക, നമുക്കും എങ്ങനെയാണ് ഒരു പ്രോഗ്രാമർ ആവുക. ഇത് നമുക്കറിയാം IT മേഖലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലോകത്തിലേക്ക് നമ്മൾക്കും എത്തിച്ചേരാം, അതിന് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സിനായിട്ടുള്ള ക്ലാസ്സാണ് ഇവിടെ ഉള്ളത്. പൈത്തൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് എ പൈത്തൺ? Python is a programming language. Python is mainly used for web development and mathematics. So Python, it can be Python നമുക്കൊന്നിക്ക് വിൻഡോസിൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യാം. വിൻഡോസിൽ യൂസ് ചെയ്യാം, മാക്കിൽ യൂസ് ചെയ്യാം, ലിനക്സിൽ യൂസ് ചെയ്യാം. അങ്ങനെ പൈത്തൺ എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ പൈത്തൺ വളരെ വെരി സിമ്പിൾ സിൻറ്റാക്സ് ആണ് പൈത്തണിലുള്ളത്. അതുപോലെ തന്നെ പൈത്തൺ മെയിൻലി ഇംഗ്ലീഷ് നമ്മളെങ്ങനെയാണ് ഇംഗ്ലീഷ് എഴുതുന്നത് അതുപോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള സിൻറ്റാക്സാണ്. അതുകൊണ്ട് തന്നെ റീഡബിലിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പൈത്തണിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വെച്ച് പറയുകയാണെങ്കിൽ പൈത്തണിൽ ഒരുപാട് ഇൻബിൽറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താം. അതാണ് പൈത്തണിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ പൈത്തണിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പൈത്തണിൽ എങ്ങനെയാണ് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് എങ്ങനെയാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക, അതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ് പ്രിൻറ്റ് ഡബിൾ കോട്ടിനകത്ത് ഹലോ വേൾഡ്. അപ്പോൾ ഇത് പ്രിൻ്റായി വരുന്നത് എന്തായിരിക്കും? ഹലോ വേൾഡ് എന്നായിരിക്കും ഇത് പ്രിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ പൈത്തണിൽ ഇങ്ങനെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അടുത്തത് പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ് കമാൻഡ്സ് യൂസ് ചെയ്യുന്നത് നമ്മൾ പൈത്തണിൽ. അതായത് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നത്, അതായത് ഇപ്പം നമ്പർ ഓഫ് ഒരു 5 നമ്പേഴ്സ് എന്നാൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി ആ കോഡ് എഴുതുകയാണ്. അപ്പം ഇത് പുറമേ നിന്നൊരു ആൾ കാണുമ്പോൾ എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മുകളിൽ നമ്മൾ എഴുതിയ കാര്യങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതും. അതായത് ഇതൊരു സമ്മ് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് യൂസ് ചെയ്യുന്നത്. കമാൻഡ് വരുമ്പോൾ ഹാഷാണ് നമ്മൾ യൂസ് ചെയ്യുക. ഹാഷ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എഴുതുന്ന എല്ലാം കമാൻഡ് ആയിരിക്കും. അതൊരിക്കലും പൈത്തൺ പ്രോഗ്രാമിങ്ങിനായി യൂസ് ചെയ്യില്ല, പൈത്തൺ കൺസിഡർ ചെയ്യില്ല. ജസ്റ്റ് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത് എഴുതി വെച്ച ഇൻഫർമേഷൻ മാത്രമാണ് കമാൻഡ്. അപ്പോൾ നമുക്ക് ഒരു ഹാഷ് ഇട്ട് ഒരു സിംഗിൾ ലൈനിൽ കമാൻഡ് എഴുതാം. അടുത്തത് നമുക്ക് ഹാഷ് ഇട്ട് അടുത്ത ലൈനിൽ കമാൻഡ്, അങ്ങനെ മൾട്ടിപ്പിൾ ലൈൻസിൽ നമുക്കിപ്പോൾ കമാൻഡ്സ് ഉണ്ട് വിചാരിച്ചു. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടി ലൈൻ കമാൻഡാണ് വേണ്ടത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടി ലൈൻ കമാൻഡ്സിൻ്റെ കേസിൽ 3 ട്രിപ്പിൾ കോഡ്സ്, അതിനുള്ളിൽ എത്ര ലൈൻസ് എഴുതുന്നു അത് കംപ്ലീറ്റ്ലി കമാൻഡായിട്ടായിരിക്കും പൈത്തൺ കണക്കാക്കുക.